ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രമെന്ന് അറിയപ്പെടുന്ന മാർക്കോ കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുന്ന ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, വിക്ടറിന്റെ മരണത്തിന് ശേഷമാണ് മാർക്കോ എന്ന ക്യാരക്ടർ അഡാട്ട് കുടുംബത്തിലുള്ളതല്ല എന്നും പീറ്റർ മാർക്കോ എന്ന സിദ്ദിഖിന്റെ ക്യാരക്ടറിന്റെ എല്ലാം അച്ഛൻ മാർക്കോയെ ദത്തെടുത്തയാണെന്ന് കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ ഇവരുടെ ഒരു ഫാമിലി ട്രീ കാണിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കാൻ, അതും ബ്ലഡിലൂടെയും ഗോൾഡിലൂടെയും വ്യക്തമാക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതായത് ലോർഡ് മാർക്കോ എന്ന പേരിലേക്ക് ബ്ലഡ് ഒഴുകി വരികയും ലോർഡ് മാർക്കോയിൽ നിന്നും ബ്ലഡ് പീറ്റർ മാർക്കോയിലേക്കും പിന്നീട് ജോർജിലേക്കും നാൻസിയിലേക്കും വിക്ടറിലേക്കുമെല്ലാം ഇങ്ങനെ ബ്ലഡ് ഒഴുകുന്നതായും, എന്നാൽ നാലാമതുള്ള ഒരു കോളം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നതായും, പിന്നീട് പീറ്റർ മാർക്കോയിൽ നിന്നും ബ്ലഡിന് പകരം ഗോൾഡ് ഒഴുകുന്നതായും, അത് സൈമൺ എന്ന പേരിലേക്കും അതുവഴി പിന്നീട് പീറ്റർ മാർക്കോ ദത്തെടുക്കുന്ന മാർക്കോ എന്ന പേരിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ എല്ലാം പേരുകൾ കാണിച്ച സമയത്ത് അവിടേക്ക് ബ്ലഡ് ഒഴുകുന്നതായും, എന്നാൽ മാർക്കോ എന്ന പേരിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബ്ലഡിന് പകരം ഗോൾഡ് ഒഴുകുന്നതായിട്ടുമാണ് കാണിച്ചത്. അതായത് പീറ്ററിന്റെ ബാക്കിയുള്ള മക്കൾ എന്ന് പറയുന്നത് രക്തബന്ധത്തിലുള്ളവരും, എന്നാൽ മാർക്കോ എന്ന ക്യാരക്ടർ രക്തബന്ധത്തിലുള്ളതല്ല, പകരം ഗോൾഡ് വഴി ഗോൾഡ് കൊണ്ടുപോയ സഹായിയുടെ മകനായിട്ട് വന്നതാണ്, ഗോൾഡുമായി ബന്ധപ്പെട്ട് ദത്തെടുത്തിട്ടുള്ള കുട്ടിയാണെന്നും തുടക്കത്തിൽ തന്നെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. കൂടാതെ ഇങ്ങനെ തുടക്കത്തിൽ ആ ഗ്രാഫിക്സ് കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു സിംഹത്തിന്റെ തലയുടെ രൂപമുള്ളതായും ഒരു സ്കള്ളിന്റെ ശില്പം ഇരിക്കുന്നതായും ഒരു സിഗരറ്റ് പാക്കറ്റ് ഇരിക്കുന്നതായും പീറ്റർ മാർക്കോയുടെ കയ്യിൽ ഒരു മോതിരം കിടക്കുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നീട് ഇതെല്ലാം തന്നെ ഇവരുടെ ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ ചിത്രത്തിൽ കാണിച്ചിട്ടുമുണ്ട്. സോ പ്രസന്റിൽ ജോർജ് ധരിക്കുന്നതായി കാണിക്കുന്ന ആ മോതിരം പണ്ട് പീറ്റർ മാർക്കോ ധരിച്ചിരിക്കുന്നതാണെന്നും കാണാം. അതിൽ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ലോർഡ് മാർക്കോയുടെ സാധനങ്ങളായിട്ടാണ് തോന്നുന്നത്. സോ അവിടെ കാണിച്ചിരിക്കുന്ന ആ സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഇപ്പോഴുള്ള ജൂനിയർ മാർക്കോയും ആ ലോർഡ് മാർക്കോയും ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറുകളായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നീട് കഥ തുടങ്ങിയ ശേഷം ആ ഫൈറ്റ് ക്ലബ്ബ് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫൈറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല റിയൽ സംഭവങ്ങളുടെയും സിനിമകളിലെ പല കാര്യങ്ങളുമെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മൈറ്റി മിക്സ് ജിം എന്നൊരു പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇത് സിൽവസ്റ്റർ സ്റ്റാലോൺ നായകനായി വന്നിരുന്ന റോക്കി എന്ന ചിത്രത്തിലെ പോസ്റ്ററാണ്. സോ ഇതിന്റെ കാര്യം മാത്രം ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഈ ചിത്രത്തിന്റെ ഇടയ്ക്ക് മാർക്കോയുടെ ഇൻട്രോ സീനിൽ മാർക്കോ തനിക്ക് ഡോഗുകളെ ഇഷ്ടമാണ്, തനിക്ക് വീട്ടിലൊരു ഹസ്കി ഉണ്ട്, അതിന്റെ പേര് റോക്കി എന്നാണെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഫൈറ്റുകളുമായെല്ലാം ബന്ധപ്പെട്ട് വരുന്ന റോക്കി എന്ന ചിത്രത്തിന്റെ ഒരു റെഫറൻസ് ആയി ഇവിടെ പറഞ്ഞതാകാം. എന്നാൽ അതിനേക്കാട്ടിലും കൂടുതൽ ചാൻസ് ഉള്ളത് KGF എന്ന സിനിമയിലെ റോക്കി എന്ന ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് ആയിട്ട് പറഞ്ഞതുമാകാം. കാരണം ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നതും KGF പോലെ തന്നെ ഡാർക്ക് ടൂണിലെല്ലാമാണ്. കൂടാതെ KGFിലെ റോക്കിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും എല്ലാം തന്നെയാണ് ഇതിൽ ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറും അനുകരിക്കുന്നത്. KGF എന്ന സിനിമയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല ഷോട്ടുകളും നമുക്ക് ഈ ചിത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കാട്ടിലുമെല്ലാം ഉപരിയായി പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ മലയാളത്തിൽ KGF പോലൊരു ചിത്രം വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഏകദേശം ഈ മാർക്കോ എന്ന ചിത്രത്തെ കുറിച്ചായിരുന്നു. സോ ഇതുകൊണ്ടെല്ലാം തന്നെ മലയാളത്തിന്റെ KGF എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ കാണപ്പെടുന്ന മാർക്കോ എന്ന ഈ ചിത്രത്തിലേക്ക് ആ ഒരു KGF എന്ന ചിത്രത്തിന്റെ റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയാകാം റോക്കി എന്ന പേര് തന്നെ ഇവിടെ എടുത്തു പറഞ്ഞത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞ സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ റോക്കി എന്ന ചിത്രത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ടാണോ, ഇനി അതല്ല KGF എന്ന ചിത്രത്തിന്റെ റെഫറൻസ് ആയിട്ടാണോ ഇവിടെ ആ പട്ടിക്ക് റോക്കി എന്ന പേര് തന്നെ കൊടുത്തത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ജഗദീഷ് അവതരിപ്പിച്ചിരിക്കുന്ന ടോണി എന്ന ക്യാരക്ടർ ചിത്രത്തിൽ ഗോൾഡുകളുമായി ബന്ധപ്പെട്ടെല്ലാം വരുന്നത് കൊണ്ട് ഈ ഒരു ക്യാരക്ടറിന്റെ വീട് കാണിക്കുന്ന സമയത്ത് ആ വീട്ടിലെ സ്റ്റെയറിലും തൂണുകളിലും ഭിത്തിയിലുമെല്ലാം ഈ ഗോൾഡ് കവറിംഗ് ഡിസൈൻ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ ഗ്രാഫിക്സിലൂടെ കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് കഥയും പിന്നീട് ചിത്രത്തിൽ പ്രസന്റിൽ നടക്കുന്ന ടോണിയുടെയും മാർക്കോയുടെയും എല്ലാം കഥകളും തമ്മിൽ സിമിലർ ആണെന്ന് കാണാം. അതായത് ആ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ അഡാട്ട് കുടുംബത്തിലെ ആളുകളെ പറയുന്ന സമയത്ത് അവിടേക്ക് ഗോൾഡുകൾ കാണിക്കുന്നതായും ഇതിനിടയ്ക്ക് ഒരു പാമ്പ് കടന്നു വരുന്നതായും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെ പാമ്പായി കടന്നു വരുന്നത്
മാർക്കോയുടെ യഥാർത്ഥ അച്ഛനെയും അമ്മയും, അതായത് പീറ്റർ മാർക്കോയെ സഹായിച്ചുകൊണ്ടിരുന്ന അച്ഛനെയും അമ്മയും കൊല്ലുന്ന ആ വില്ലനെയാണ്. ഒരുപക്ഷെ പീറ്റർ മാർക്കോയുടെ കൂടെ നിന്നുകൊണ്ട് അയാളെ ചതിക്കുന്ന ആളായിട്ടാകാം ഇവിടെ ഈ വില്ലനെ കാണിക്കുന്നത്. സോ ഇങ്ങനെ ആ വില്ലനെ കാണിക്കുന്ന സമയത്താണ് ആ പാമ്പിനെ കാണിച്ചത്. പ്രസന്റിലെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ അഡാട്ട് കുടുംബത്തിലെ ജോർജിനെ പറ്റിക്കുന്ന, കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്ന ജഗദീഷിന്റെ കയ്യിലും ഒരു പാമ്പിന്റെ മോതിരം കിടക്കുന്നതായി നമുക്ക് കാണാം. സോ ഈ രണ്ട് ക്യാരക്ടറുകളെയും ഒരുപോലെ തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൂടാതെ ആ ഫ്ലാഷ് ബാക്ക് കഥയിൽ ഇങ്ങനെ ആ വില്ലൻ കാരണം ഒരു കുട്ടിക്ക് തന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുകയും പീറ്റർ മാർക്കോ ആ കുട്ടിയെ തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പ്രസന്റിലെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ വില്ലന്മാരാൽ വിക്ടറിന്റെ കുട്ടിക്ക് തന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുകയും ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന ക്യാരക്ടർ ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് കുടുംബത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ആ ഫ്ലാഷ് ബാക്കിൽ കാണിച്ചിരിക്കുന്ന കഥയുമായി സിമിലർ ആയി തന്നെയാണ് പ്രസന്റിലെ കഥ നടക്കുന്നതായും കാണിക്കുന്നത്. ലോർഡ് മാർക്കോ എന്ന ക്യാരക്ടറിനെ ആരാണ് ചെയ്തിരിക്കുന്നതെന്ന് ചിത്രത്തിൽ എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും പീറ്റർ മാർക്കോ എന്ന ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത് മാത്യു വർഗീസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ചിത്രത്തിൽ ഇടയ്ക്ക് കാണിക്കുന്ന സിദ്ദിഖിന്റെ ക്യാരക്ടറിന് മേക്കപ്പ് ഇട്ടുകൊടുത്തുകൊണ്ട് പ്രായമായി കാണിക്കുന്ന ഈ ഒരു ക്യാരക്ടറാണ് ലോർഡ് മാർക്കോ എന്ന് നമുക്ക് അനുമാനിക്കാം. മാർക്കോയുടെ ഇൻട്രോ സീനിൽ അയാൾ ഒരു സിഗരറ്റ് പാക്കറ്റ് എടുക്കുന്ന സമയത്ത് മാർക്കോയുടെ പേരിനെ സൂചിപ്പിക്കുന്ന എം എന്ന അക്ഷരം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ അതിന്റെ മുകളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ചിത്രത്തിന്റെ തീമായിട്ട് വരുന്ന ഫൈറ്റിനെ സൂചിപ്പിക്കുന്ന രണ്ട് കൈകൾ കൂട്ടിയിടിക്കുന്ന പോലെയുള്ള ചിത്രം കൂടി കൊടുത്തിരിക്കുന്നതായി കാണാം. വിക്ടറിന്റെ മരണത്തിന് ശേഷം പള്ളിയിലേക്ക് വരുന്ന മാർക്കോ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. സോ ഈ പറയുന്ന ഡയലോഗ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതവരെ കൊന്നതിന് ശേഷം അവരുടെ സംസ്കാര ചടങ്ങ് നടത്തുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണാം. അതായത് ബോഡി മറവ് ചെയ്യുന്നതിന് മുന്നേ അത് കുളിപ്പിക്കുകയും ഡ്രസ്സുകൾ ധരിപ്പിക്കുകയും പിന്നീട് മറവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ഈ കാര്യമാണ് വെള്ളത്തിന് പകരം ചോര കൊണ്ട് കുളിപ്പിക്കുമെന്നും തുണി കൊണ്ട് പുതപ്പിക്കുന്നതിന് പകരം തീ കൊണ്ട് പുതപ്പിക്കുമെന്നും പിന്നീട് മണ്ണ് കൊണ്ട് മൂടുമെന്നും പറയുന്നത്. സോ അവിടെ മാർക്കോ ജസ്റ്റ് ഒരു മാസ് ഡയലോഗ് പറഞ്ഞങ്ങ് പോവുകയല്ല, പകരം വിക്ടറിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. വിക്ടർ എന്ന ക്യാരക്ടറിന് മാർക്കോയെ ഒരുപാട് ഇഷ്ടമാണെന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിക്ടറിന്റെ പെർഫ്യൂം ഷോപ്പ് കാണിക്കുന്ന സമയത്ത് അവിടെ വിക്ടറും മാർക്കോയും ഒത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നതായി കാണാം. ഈ ചിത്രത്തിലാണെങ്കിലും മിഖായൽ എന്ന ചിത്രത്തിലാണെങ്കിലും സിദ്ദീഖിന്റെ അഡാട്ട് ജോർജ് എന്ന ക്യാരക്ടർ ക്രിസ്തീയ ഭക്തനാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വീടിന്റെ അകം കാണിക്കുന്ന സമയം അവിടെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യേശുവിന്റെയും മാതാവിന്റെയും എല്ലാം ചിത്രങ്ങളും മറ്റും കൊടുത്തിരിക്കുന്നതായി കാണാം. എന്നാൽ ഇതേ ജോർജ് തന്നെ ടോണിയും മറ്റുള്ളവരുമായിട്ട് ഒരു മുറിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതായി കാണിക്കുമ്പോൾ അവിടെ ഈ യേശുവിന് പകരമായി ചെകുത്താന്റെയും മറ്റും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. സോ ഇതിലൂടെ അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ സിദ്ദിഖിന്റെ ക്യാരക്ടർ ആണെങ്കിലും ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ ആണെങ്കിലും ജഗദീഷിന്റെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ അവിടെയുള്ളവർ എല്ലാവരും തന്നെ പോസിറ്റീവ് ക്യാരക്ടേഴ്സേ അല്ല, എല്ലാവരും വില്ലന്മാരാണ് അല്ലെങ്കിൽ എല്ലാവരും ചെകുത്താന്മാരാണ് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ പ്രധാനമായി കാണിക്കുന്ന ഒരു സിമ്പലാണ് ഒരു ത്രികോണവും അതിനുള്ളിൽ വൃത്തവും വന്നുകൊണ്ട് കാണിക്കുന്ന കബ്രാൽ സിമ്പൽ. സോ ഈ ഒരു സിമ്പലുള്ള മോതിരം തന്നെ ടോണിയുടെ ഫാമിലിയിലുള്ളവർ ധരിക്കുന്നതായും ടോണിയുടെ കമ്പനിയിലും മറ്റും കൊടുത്തിരിക്കുന്നതായും കാണാം. എന്നാൽ ഇതുകൂടാതെ സിനിമയുടെ ഏറ്റവും ഒടുവിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടേക്ക് വരുന്ന കാറിന്റെ അകത്തും ഇതുപോലെയുള്ള സിമ്പൽ കൊടുത്തിരിക്കുന്നതായി കാണാം. സോ അവിടേക്ക് ആരാണ് വന്നിരിക്കുന്നത് എന്നൊരു ഡൗട്ട് എല്ലാ പ്രേക്ഷകർക്കുമുണ്ട്. സോ എനിക്ക് തോന്നിയ കാര്യം അവിടെ വന്നിരിക്കുന്ന വണ്ടിയുടെ നമ്പർ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് 141D എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. സോ ഇങ്ങനെ നമ്പർ വെച്ച് തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റം അല്ല. അവിടെ വന്നിരിക്കുന്ന പുറകിലുള്ള വണ്ടികൾ ശ്രദ്ധിക്കുകയാണെങ്കിലും അവിടെ എല്ലാം തന്നെ ഇങ്ങനെ നമ്പർ വെച്ചാണ് തുടങ്ങുന്നതെന്ന് കാണാം. സോ 141D എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ നമ്പറാണ് ഇതെന്നാണ് കാണിക്കുന്നത്. സോ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്ത് നിന്നുമുള്ള വണ്ടികളാണ് അവിടേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അഡാട്ട് ജോർജിന്റെ വക്കീൽ ക്യാരക്ടർ ഒരു സീനിൽ പറയുന്നുണ്ട് ടോണിക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള കബ്രാൽ ഗോൾഡും വേണമെന്ന്. സോ അതുകൂടാതെ പാരമ്പര്യമായി കിട്ടിയ കബ്രാൽ ഗോൾഡും. സോ അഡാട്ട് ജോർജിനും കുടുംബത്തിനും പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്നതാണ് ഈ കബ്രാൽ ഗോൾഡ് എന്നത്. എന്നിരുന്നാൽ പോലും ഇത്തരം സിമ്പലുകൾ ടോണിയുടെ കുടുംബത്തിലുള്ളവരും മറ്റും ധരിക്കുന്നത് കൊണ്ടും മാർക്കോയോട് ശത്രുതയുള്ള അവസാനം വന്നിരിക്കുന്ന ആളുടെ കാറിലും ഇത്തരം സിമ്പലുകൾ കണ്ടിരിക്കുന്നത് കൊണ്ടും അഡാട്ട് ജോർജിന്റെ ഫാമിലിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതിൽ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഈ അഡാട്ട് ജോർജിന്റെ കുടുംബവും ടോണിയുടെ കുടുംബവുമെല്ലാം ഒരുപക്ഷെ മുന്നേ എപ്പോഴെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞിരുന്നവരോ ഫാമിലി പരമായി കണക്ട് ആയിരുന്നവരോ ആയിരിക്കാം.
പിന്നീട് എപ്പോഴെങ്കിലും തുടക്കത്തിൽ ഫ്ലാഷ് ബാക്ക് സീനിൽ കാണിച്ചതുപോലെ കൂടെ നിന്ന് ആരെങ്കിലും ഒറ്റിയതിന്റെ പേരിൽ ഫാമിലി രണ്ടായി പിരിഞ്ഞതായിരിക്കാം. ഒരു സീനിൽ മാർക്കോ തന്നെ പറയുന്നുണ്ട്, കുടുംബത്തിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. അത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും. സോ ഇത്തരത്തിൽ മുന്നേ എപ്പോഴെങ്കിലും ഫാമിലിയുടെ അകത്ത് നിന്നുകൊണ്ട് ടോണിയുടെ കുടുംബം ഇവരോട് എന്തെങ്കിലും ചെയ്യുകയും അതിന്റെ പരമായി രണ്ടായി പിരിഞ്ഞിട്ടുള്ളതുമാകും. കൂടാതെ അവസാനം ഫോറിൻ കാറിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെങ്കിലും അയാൾക്കും ഈ ഒരു കബ്രാൽ ഗോൾഡിൽ അവകാശമുണ്ടായിരിക്കും. ഒരുപക്ഷെ അത് ഇവർ രണ്ടുപേരുടെയും ഫാമിലി കൂടാതെ മൂന്നാമതൊരു ഫാമിലിയുമായി കണക്ട് ചെയ്ത് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ടോണിയുടെ ഫാമിലിയിൽ തന്നെയുള്ള ടോണിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. ഇയാളെയും ഒരുപക്ഷെ മുന്നേ എപ്പോഴെങ്കിലും ഫാമിലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും ഇയാൾ അവസാനമായി ഇവിടേക്ക് വന്നിരിക്കുന്നതും ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതും ടോണിയുടെയും സൈറസിന്റെയും എല്ലാം മരണത്തിന് പ്രതികാരം ചോദിക്കാനാണെങ്കിൽ കൂടി അതിനെക്കാട്ടിലുമെല്ലാം ഉപരിയായി ആ കബ്രാൽ ഗോൾഡ് തേടിയാണെന്ന് അയാളുടെ കാറിലുള്ള ആ സിമ്പലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോ എന്താണ് എൻ്റെ ഈ ഒരു തിയറിയോടുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊന്ന്, ജഗദീഷിന്റെ ടോണി എന്ന ക്യാരക്ടറിനെ കൊല്ലുന്നതിന് മുന്നേ മാർക്കോ അൻവറിന്റെ കൈവെട്ടിയതുപോലെ ടോണിയുടെ കൈവെട്ടുന്നതായും വിക്ടറിനെ ആസിഡിലിട്ട് ഉരുക്കിയതുപോലെ ടോണിയുടെ തലയിലും ആസിഡ് ഒഴിക്കാൻ ശ്രമിക്കുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കാട്ടിലുമെല്ലാം ഉപരിയായി ടോണി മരണപ്പെടുന്ന സമയത്ത് ബോംബ് പൊട്ടി ടോണിയുടെ അരയ്ക്ക് താഴേക്ക് ഇല്ലായിരുന്നു എന്ന് കാണാം. സോ ഇങ്ങനെ അവിടെ കാണിക്കാനുള്ള കാരണം ഈ ടോണി എന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത് സെക്സ് വളരെ വീക്ക്നെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ പോലും അത്തരത്തിൽ മോശമായി കാണുന്ന ഒരാളായിട്ടാണ്. സോ അങ്ങനെയുള്ള ടോണി മരണപ്പെടുന്ന സമയത്ത് അരയ്ക്ക് കീഴ്പോട്ട് ബോംബ് പൊട്ടി തകർന്ന് ലൈംഗിക അവയവം വരെ നഷ്ടപ്പെട്ടാണ് മരിക്കുന്നതെന്ന് കാണിക്കുന്നു. മറ്റൊന്ന്, മാർക്കോ സൈറസ് എന്നീ ക്യാരക്ടറുകളുടെ ഒരു സിമിലാരിറ്റിയാണ്. അതായത് ഈ രണ്ട് ക്യാരക്ടറുകളും യഥാർത്ഥ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയല്ല വളരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. മാർക്കോ എന്ന ക്യാരക്ടർ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം വളർത്തച്ഛനായിട്ടുള്ള പീറ്റർ മാർക്കോയുടെ കൂടെയാണ് ജീവിക്കുന്നത്. സൈറസ് എന്ന ക്യാരക്ടർ ജഗദീഷിന്റെ മകനാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. Don't follow your brother's footsteps. Cyrus is insane. ടോണി മകനായിട്ടുള്ള റസലിനോട് സൈറസ് ബ്രദർ ആണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുന്ന സമയത്ത് ടോണി സൈറസിനെയും റസലിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ സൈറസിനെ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ ഒരു സ്ത്രീയുടെ കൂടെ ഉപേക്ഷിച്ചു പോകുന്നത് പോലെയും കാണാം. സോ ഇതിൽ നിന്നും ടോണിയുടെ മകനാണ് സൈറസ് എങ്കിൽ കൂടി ഒരു പക്ഷേ അഡോപ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു ഭാര്യയിലുള്ളതോ ആകാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് തന്നെയാണെങ്കിലും സൈറസും യഥാർത്ഥ അച്ഛന്റെ കൂടെയല്ല വളർന്നിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സോ ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള ഒരുപാട് വയലൻസ് എല്ലാമുള്ള നായകനെയും പ്രതിനായകനെയും ക്യാരക്ടർ ഡീറ്റെയിലുകളിലൂടെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത്, മിഖായൽ എന്ന ചിത്രത്തിലെ ഒട്ടുമിക്ക ക്യാരക്ടറുകളെയും ഈ ഒരു ചിത്രത്തിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ KPSC ലളിതയുടെ ക്യാരക്ടറിനെ മാത്രം ഇവിടെ കണ്ടിരുന്നില്ല. അതിനുള്ള കാരണം ഈ ചിത്രം എടുക്കുന്നതിന് മുന്നേ തന്നെ അവർ മരണപ്പെട്ടിരുന്നു എന്നതാണ്. എന്നിരുന്നാൽ പോലും മാർക്കോയുടെ കുടുംബത്തിലുള്ള മാർക്കോയും ജോർജും ഒഴിച്ച് എല്ലാവരും മരണപ്പെട്ടതിന് ശേഷം ഇവരുടെ ഫാമിലി ഫോട്ടോ താഴേക്ക് വീഴുന്ന സമയത്ത് അവിടെ ആ ഫോട്ടോയിലൂടെ KPSC ലളിതയും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. അവസാനത്തേത്, ഈ സിനിമയുടെ അൺകട്ട് വേർഷൻ ഇറങ്ങുന്ന സമയത്ത് സിനിമയിൽ കാണിക്കാതിരുന്ന, തിയേറ്റർ റിലീസായ സമയത്ത് കാണിക്കാതിരുന്ന പല സീനുകളും കാണുമെന്നും അതുകൊണ്ട് തന്നെ അവസാന ഫൈറ്റിൽ മാർക്കോ സൈറസിനെ കൊല്ലാനായി വരുന്ന സമയത്ത് ആരുടെ തലയാണ് മാർക്കോയുടെ കയ്യിലിരുന്നത് എന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. തിയേറ്ററിൽ റിലീസായിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് OTT-യിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കോ ആരുടെ തലയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ മാർക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സൈറസിന്റെ ആ ഒരു ഗോഡൌണിലേക്കാണ് എത്തുന്നത്. അത് ആ ഒരു പട്ടിയെ ഫോളോ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതിന് ഇടയിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി കൊന്നിട്ട് വന്നിരിക്കുന്ന ആളാകാൻ സാധ്യതയില്ല. പകരം ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ പുറത്തു നിന്നിരുന്ന ഒരാളെ കൊന്നിരിക്കാനാണ് സാധ്യതയുള്ളത്. കൂടാതെ അയാളുടെ തല കാണുന്ന സമയത്ത് സൈറസ് കുറച്ച് ഞെട്ടുന്നതായും കാണിക്കുന്നുണ്ട്. സോ സൈറസിന് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതെന്ന് അനുമാനിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ മാർക്കോ എന്ന ക്യാരക്ടറിന്റെ വലം കൈയായിട്ട് അൻവർ എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ അൻവറിന്റെ കൈ റസൽ വെട്ടുന്നതായും കാണിച്ചിട്ടുണ്ട്. അൻവറിന്റെ കൈ വെട്ടിയതിനു ശേഷമാണ് റസൽ മാർക്കോയെ കൊല്ലാനായി പോകുന്നത്. അത്തരത്തിൽ ഈ സൈറസിന് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള മാർക്കോയെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ മാർക്കോയുടെ കൂടെ അൻവർ നിൽക്കുന്നത് പോലെ സൈറസിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളായിരിക്കാം ഇയാൾ. അതുകൊണ്ട് തന്നെ ആ ഗോഡൌണിന് മുന്നിലായി ഇയാൾ കാവൽ നിൽക്കുകയും അവിടേക്ക് മാർക്കോ വന്ന് റസൽ അൻവറിന്റെ കൈവെട്ടി അതിനുശേഷം മാർക്കോയെ കൊല്ലാൻ വന്നതുപോലെ
സൈറസിന്റെ വലങ്കൈയായിട്ടുള്ള ഇയാളുടെ തല വെട്ടിയതിനു ശേഷം സൈറസിനെ കൊല്ലാനായി വരുന്നതായിരിക്കാം. ഇനി ഈ ക്യാരക്ടർ ആരായിരുന്നു ചെയ്തതെന്ന് നോക്കിയാൽ ഈ ചിത്രത്തിൽ റിയാസ് ഖാൻ അഭിനയിച്ചിരുന്നുവെന്നും വലിയ നല്ലൊരു വേഷമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നും ആ സീനുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് പോയതായിരുന്നെന്നുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. സോ മിക്കവാറും സൈറസിന്റെ വലങ്കൈയായി വന്നിരുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിരുന്നത് റിയാസ് ഖാൻ ആയിരിക്കാം. ആ ഒരു തലയുടെ ഭാഗം കണ്ടിട്ട് കൃത്യമായി അത് റിയാസ് ഖാൻ ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല. അതിപ്പോൾ അവസാനം സൈറസിന്റെ തലവെട്ടി കൊല്ലുന്ന സീനിൽ ആ തലയുടെ ഭാഗം ശ്രദ്ധിച്ചാലും അതൊരു ഡെമ്മി ആയതുകൊണ്ട് കൃത്യമായി അത് സൈറസിന്റെ മുഖം പോലെ തന്നെ ആക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ റിയാസ് ഖാന്റെ തലയായിട്ടാണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ കൂടി പെർഫെക്റ്റായി അത്തരമൊരു തലയുടെ ഡെമ്മി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാകാം അത് റിയാസ് ഖാൻ ആണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. സോ എന്താണ് ഈ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നും തീർച്ചയായിട്ടും കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. കൂടാതെ ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.